ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്നത്തെയും പോലെ ആദ്യം പറയാനുള്ള കാര്യം ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് സിലബസിൽ നിങ്ങൾക്കുള്ള സിലബസിനെ ഒരു 4-1 മുറിച്ചുകൊണ്ടുള്ള, അതായത് നിലവിലുള്ള പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ടോപ്പിക്കുകൾ, ഇനി നിങ്ങളുടെ നടക്കുന്ന പരീക്ഷയിൽ വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഒരു അവസാനത്തെ ഒരു മാസത്തിന് മുമ്പ് തരുന്നതാണ്. അതായത് അത്യാവശ്യം പഠിച്ചൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഒരു ഫൈനൽ റിവിഷന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയകളാണ്. അപ്പോൾ നന്നായിട്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും. അതേപോലെ തന്നെ കാര്യമായിട്ടൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഈ ടോപ്പിക്കുകൾ പഠിച്ചാൽ തന്നെ GK-യിലും സ്പെഷ്യൽ ടോപ്പിക്കിലും ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മുൻഗാമികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, പലരും ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് പറയുന്ന ഒരു സാധനമാണ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. സാർ അത് ഗുണമായിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിൽ ബ്ലൂ പ്രിന്റ് കൊണ്ട് രക്ഷപ്പെട്ട ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ എത്രയോ മെസ്സേജുകൾ പേഴ്സണലായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇനിയുള്ള ഈ ഒരു മാസം നല്ലൊരു പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ചരിത്രത്തില് 28 ടോപ്പിക്കുകൾ മൊത്തത്തിൽ നിങ്ങളുടെ ആ സിലബസിലുണ്ട്. അതിൽ 9 ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അവിടെ ആ ചരിത്രത്തിൽ 5 മാർക്കാണ് നമുക്ക് ഉള്ളത്. ആ 5 മാർക്ക് മാക്സിമം നേടാൻ വേണ്ടിയിട്ട് 28-ന്ന് 9 ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് തരികയാണ്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച 9 ടോപ്പിക്കുകളാണിത്. ഒന്ന് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, 2 കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോട്ട് ടോപ്പിക്സ് ഇവിടെ ഒരു മാർക്ക് കിട്ടും. ചിലപ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും നവോത്ഥാന നായകരെ കുറിച്ചുള്ള ചോദ്യമാണ്. ഈ കലാകായികം, സാഹിത്യം, സാംസ്കാരികം എന്നുള്ള ഏരിയയില്ലേ, ആ സാംസ്കാരിക നായകന്മാർ ചോദിക്കൽ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാളുമായിരിക്കും. അതുകൊണ്ട് അവിടെയും മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 മാർക്ക് ചിലപ്പോൾ കിട്ടും. ദെൻ തിരുവിതാംകൂർ ചരിത്രം, മാർത്താണ്ഡവർമ്മയ്ക്കും അതേപോലെ തന്നെ സ്വാതി തിരുനാള്, അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കേട്ടോ. ഓക്കെ, ദെൻ 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് 1ാം സ്വാതന്ത്ര്യ സമരം. ദെൻ 1857-ലെ സമരമാണ്. ദെൻ INC-യുടെ രൂപീകരണവും കാര്യങ്ങളും പ്രധാന സമ്മേളനങ്ങളും ഓർത്തുവെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളും, പിന്നെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാലഘട്ടത്തിലുള്ള സമരങ്ങളും അതിലുള്ള പങ്കെടുത്ത കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ കാലഗണന ക്രമത്തിലുള്ള ചോദ്യങ്ങൾ വരാം. സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ, ഗാന്ധിജി പങ്കെടുത്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചേർത്തുകൊണ്ട് കാലഗണന ക്രമത്തിലുള്ള ഒരു ചോദ്യവും നിങ്ങൾക്ക് മിക്കവാറും ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സംസ്ഥാന പുനഃസംഘടന, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഞാൻ ഈ ഒരു ടോപ്പിക് മാത്രമാണ് തരുന്നത്. പിന്നെ ഫ്രഞ്ച് വിപ്ലവം, ലോക ചരിത്രത്തില് ഫ്രഞ്ച് വിപ്ലവവും UNO മുതലായിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനകളും. ഓക്കെ, ഇവിടെ വിപ്ലവങ്ങളെല്ലാം ഏകദേശം ഒരേ പ്രാധാന്യമുള്ളതാണ്. ചില പരീക്ഷകൾ 1-2 തവണ ഇത് കൂടുതൽ ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം തന്നെ മാറി മാറി ചോദിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ +2 ലെവൽ പരീക്ഷകളിൽ, CPO പോലുള്ള പരീക്ഷകളിൽ 1-2 തവണ കൂടുതലായിട്ട് ഫ്രഞ്ച് വിപ്ലവം വന്നിട്ടുണ്ടെന്നുള്ള മാത്രമാണ് അവിടെ ഒരു വ്യത്യാസം. ബാക്കിയുള്ളതെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ചോദിക്കുന്നതാണ്. ഓക്കെ, ദെൻ ചരിത്രത്തില് 42 ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് 11 ടോപ്പിക്കുകളായിട്ട് ചുരുക്കി തരികയാണ്. ഏകദേശം 4-1 മാറ്റിയിട്ട് 5 മാർക്കിനുള്ള ഏരിയയാണ്. അപ്പോൾ അത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ടോപ്പിക്കുകളെങ്കിലും അവസാന ഘട്ടത്തിൽ പഠിക്കുക. അല്ലെങ്കിൽ പഠിച്ച ആളുകളാണെങ്കിൽ ഈ ടോപ്പിക്കുകളെങ്കിലും നന്നായിട്ട് റിവിഷൻ ചെയ്ത് ഇവിടെ നിന്ന് മാർക്കുകൾ നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, അതിന് ഭൂമിയുടെ ഘടന, ദെൻ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അന്തരീക്ഷ പാളികളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും, പിന്നെ അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്നുള്ള ടോപ്പിക്ക്. കാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാറ്റും മഴയും ഒക്കെ എന്തായാലും ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. ദെൻ താപനിലയും ഋതുക്കളും എന്നുള്ള ടോപ്പിക്ക്. ദെൻ മാപ്പുകൾ ഉണ്ടല്ലോ, മാപ്പുകൾ, അതായത് അതിലുള്ള ഓരോ അടയാളങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെയുള്ളത്, നിറങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു, പിന്നെ ആ സ്കെയിലുകൾ, തോതുകൾ, അതിനനുസരിച്ചുള്ള വർഗീകരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാപ്പുകളായിട്ട് ബന്ധപ്പെട്ട്. ദെൻ നദികൾ. ഓക്കെ, നദികൾ, പ്രത്യേകിച്ചും ഇന്ത്യൻ നദികൾ, ഉപദ്വീപീയ നദികളും ഹിമാലയ നദികളും പിന്നെ കേരളത്തിലെ നദികളും, അത് നന്നായിട്ട് നോക്കി വെക്കുക. ഒരു മാർക്ക് എന്തായാലും ഉറപ്പിക്കാം. ചിലപ്പോൾ അത് 1-ൽ കൂടുതലായാലും നമുക്ക് ആകെ 5 മാർക്കേ ഇവിടെ ഭൂമിശാസ്ത്രത്തിനുള്ളൂ. പക്ഷെ ചില പരീക്ഷകളിൽ 2 മാർക്ക് വരെ വരാവുന്ന രീതിയാണ്. ദെൻ കാലാവസ്ഥ പഠിക്കുക. പിന്നെ കാർഷിക മേഖല, കൃഷിയും വിളകളും ഗവേഷണ സ്ഥാപനങ്ങളും കൂടെ നോക്കണേ. അവിടെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ കൂടെ നോക്കുക. ആ കാർഷിക മേഖല എന്നുള്ളൊരു ഏരിയയാണ്. കാരണം ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലും കേരള ഭൂമിശാസ്ത്രത്തിലും ഉണ്ട് അത്. പിന്നെ എവിടെയുണ്ട്, എക്കണോമിക്സിലും കൊടുത്തിട്ടുണ്ട്, അവിടെയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ചോദ്യം 1-ഓ അതിൽ കൂടുതലോ ചോദ്യം വരാവുന്ന ഏരിയയാണ്. നന്നായിട്ട് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ ഉത്തരപർവ്വത മേഖല, ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിഭജനത്തിലെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഉത്തരപർവ്വത മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ്. ദെൻ ഗതാഗത മേഖല, അതിൽ ജലഗതാഗതമാണ് ഏറ്റവും കൂടുതൽ. ഞാൻ ആ സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയിലും പറഞ്ഞതാണ്, ഗതാഗതം, അവിടെ ജലഗതാഗതം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗതാഗതം ബാക്കിയുള്ള കൂടി നോക്കി വെക്കുക. പ്രത്യേകിച്ചും ജലഗതാഗതം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ധാതുക്കളും വ്യവസായവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ എവിടെയും വരുന്നതാണ്.
എക്കണോമിക്സിലും വരുന്നതാണ്. അതുകൊണ്ട് ചോദ്യത്തിന് സാധ്യത വളരെ കൂടുതലാണ്. ഇനി എക്കണോമിക്സിന് 5 മാർക്കാണുള്ളത്. അവിടെ മൊത്തം 9 ടോപ്പിക്കുകൾ കൊടുത്തതിൽ അതിനെ പകുതിയാക്കി മാറ്റിയിട്ടുണ്ട്. 5 ടോപ്പിക്കുകൾ പഠിക്കുക. എല്ലാം പഠിച്ചാൽ നല്ലതാണ്. കാരണം അവിടെ നിന്ന് 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുള്ള ടോപ്പിക്കുകളാണ് ഒന്ന് നീതി ആയോഗ്, ഓക്കെ, പിന്നെ ഹരിത വിപ്ലവം. ഉറപ്പായിട്ടും ഈ 2 ടോപ്പിക്കും ഇല്ലാതെ പരീക്ഷ കടന്നു പോകാറില്ല ഇപ്പോൾ. പിന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, അങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോന്നും. പിന്നെ പഞ്ചവത്സര പദ്ധതികൾ, പിന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും റിസർവ് ബാങ്കും ധർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. മറ്റ് ബാങ്കുകളോ കാര്യങ്ങളോ ചോദിക്കാം, പക്ഷേ പ്രാധാന്യം എന്തിനാണ്? റിസർവ് ബാങ്കിനാണ്. ഓക്കെ, അതാണ് എക്കണോമിക്സിന്റെ കാര്യം. ദെൻ ഭരണഘടന 11 ടോപ്പിക്കിൽ 7 ടോപ്പിക് ആക്കി മാറ്റിയതാണ്. കാരണം അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ഒരു ഏരിയയാണ്. 8 മാർക്കിനുള്ള GKയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു പോർഷൻ ആണ്. 8 മാർക്കാണ്. അത് നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കുക. അതിൽ 11 ടോപ്പിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ 11 ടോപ്പിക്ക് പഠിക്കുക. 8+ മാർക്കാണ്. 8 കൂടുതൽ മാർക്ക് വരാം. ഓക്കെ, കറണ്ട് അഫേഴ്സ് നോക്കിയുള്ള മാർക്ക് പലതും ഇങ്ങനെയുള്ള പല ഏരിയകളിലേക്കും കയറി കിടക്കും. അങ്ങനെയാകുമ്പോൾ കൂടുതൽ മാർക്ക് വരാം. അതുകൊണ്ട് 11 ഏരിയയും പഠിക്കാൻ പറ്റുകയാണ്. 11 പഠിക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന 7 ടോപ്പിക്കുകളെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കി വെക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതി, മൗലികാവകാശങ്ങളും റിട്ടുകളും, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഈ മൗലികാവകാശവും മാർഗനിർദ്ദേശക തത്വവും മൗലിക കടമകളും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള രീതി ചിലപ്പോൾ ഒരുമിച്ചുള്ള ചോദ്യമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മൗലികാവകാശം റിട്ടുകളും കൂടെ നോക്കണേ അവിടെ കേട്ടോ. ദെൻ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, ഗവൺമെന്റിന്റെ ഓരോ വിഭാഗവും അതിൽ തന്നെ 3 വിഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ ചോദിക്കാറ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അങ്ങനെയുള്ള അവരുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ചുമതലകളായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് കൂടുതലും പരീക്ഷയിൽ സാധ്യത. ദെൻ ഭരണഘടനാ ഭേദഗതികൾ. ഓക്കെ, നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഭേദഗതികളും പ്ലസ് കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഭേദഗതികൾ കൂടെ നോക്കി വെക്കണേ. ഏറ്റവും അവസാനത്തെ ഭേദഗതികൾ കൂടെ നോക്കുക. പിന്നെ ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെയുള്ള ആ ലിസ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്ത് രാജ്, ആ സമിതിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. നിയോഗിക്കപ്പെട്ട സമിതികളിൽ ആരെങ്കിലും ഒക്കെ എന്തായാലും വരും അല്ലെ? ആ PK തുങ്കനോ അല്ലെങ്കിൽ അശോക് മേത്തയോ അങ്ങനെയുള്ള ആരെങ്കിലും മിക്കവാറും കടന്നു വരും. അതല്ലാതെ കുറച്ച് ഡീപ്പ് ലെവലിലുള്ള ചോദ്യമായിട്ടോ എന്തായാലും അവിടെ കടന്നു വരും. പിന്നെ സിലബസിൽ കൊടുത്തിട്ടില്ലാത്ത കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്നുള്ള രീതി ഞാൻ കണക്കാക്കുന്ന ഒരു ഏരിയ ആണ് ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ. അത് ഏത് രാജ്യങ്ങളിൽ നിന്നാണ് ഓരോന്നും കടമെടുത്തിട്ടുള്ളത് എന്നും ഭരണഘടനയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നിലവിൽ വന്ന അങ്ങനെയുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വരുന്നതാണ്. അതിന്റെ രൂപീകരണവും കാരണങ്ങളും നിലവിൽ വരുന്നൊക്കെ അതിൽ വരുന്നതാണ്, ആ ടോപ്പിക്കിൽ വരുന്നതാണ്. പക്ഷേ ആ കാര്യങ്ങൾ നോക്കി വെക്കുക. അതേപോലെ കടമെടുത്ത ആശയങ്ങൾ പഠിച്ചു വെച്ചോ. ചിലപ്പോൾ പെട്ടെന്ന് ആരും നോക്കൂല, സിലബസ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ആരും പഠിക്കില്ല. ഒരു മാർക്ക് നിങ്ങൾക്ക് മിക്കവാറും കയറി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കേരള ഭരണ സംവിധാനം 14 ടോപ്പിക്കാണ്. അത് 4 ടോപ്പിക്ക് മാത്രമാക്കി ഞാൻ ചുരുക്കിയിട്ടുണ്ട്. 3 മാർക്കാണ് സിലബസിലുള്ളത്. അതുകൊണ്ട് മിനിമം ഈ 4 ടോപ്പിക്കെങ്കിലും ഒന്ന് നോക്കി വെക്കുക. സംസ്ഥാന സിവിൽ സർവീസ്, ദുരന്ത നിവാരണ അതോറിറ്റി, പിന്നെ സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ സംരക്ഷണത്തിനായുള്ള നിയമങ്ങളും പദ്ധതികളും, പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇത് കുറച്ച് വലുതാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്നതാണ്. ഇതിൽ സ്ത്രീകൾ, കുട്ടികൾ, അതിൽ പോക്സോ, കുട്ടികളായിട്ട് ബന്ധപ്പെട്ടുള്ള പോക്സോ, സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട ഗാർഹിക പീഡന നിരോധന നിയമം, അങ്ങനെയുള്ള സ്ത്രീധന നിരോധന നിയമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേരള ഭരണ സംവിധാനത്തിൽ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആണ്. കേരള സർക്കാരിന്റെ പദ്ധതികൾ, കേരള മന്ത്രിസഭയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അഫേഴ്സിൽ വേണ്ട ടോപ്പിക്കുകളിൽ ചേർക്കാം. ഓക്കെ, ഇനി ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആകെ 7 ടോപ്പിക്കേ ഉള്ളൂ. 4 മാർക്കുണ്ട്. പറ്റെങ്കിൽ 7 പഠിക്കാം. പക്ഷെ 7 പഠിക്കൽ നടക്കില്ല. കാരണം മനുഷ്യ ശരീരം വിശാലമായിട്ടുള്ള ഏരിയയാണ്. ആ മനുഷ്യ ശരീരം എന്നുള്ള ഒറ്റ ടോപ്പിക്ക് ബാക്കിയുള്ള 6 ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാളും കൂടുതലുണ്ട്. അതുകൊണ്ട് അവിടെ തന്ത്രപരമായ നീക്കം എന്താണ്? ഈ 6 ടോപ്പിക്ക് പഠിക്കുക, ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇത്രയും പഠിക്കാനുണ്ട് ഇവിടെ. പക്ഷെ ഇത് പഠിച്ചാൽ ഇവിടുന്ന് 6ൽ ചിലപ്പോൾ 4 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടുന്ന് ആ ചോദ്യം വരുന്നെങ്കിൽ 1 ചോദ്യം 2 ചോദ്യം അവിടെ നിന്ന് വന്നാലും നമ്മൾ ഇപ്പം പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ രോഗങ്ങൾ, പകരുന്ന രോഗങ്ങൾ, അതേപോലെ ജീവിതശൈലി രോഗങ്ങൾ, അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഉറപ്പായിട്ട് 1 or 2 മാർക്ക് അവിടെ നിന്ന് ഉറപ്പിക്കാൻ പറ്റും. പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ചും സ്കീമുകൾ, കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. ആശാവർക്കർമാർ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ പ്രത്യേകിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചോദ്യം മിക്കവാറും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഒരു കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആശാവർക്കർമാരുടെ ജോലികളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ആരോഗ്യക്ഷേമം എന്നുള്ള ആ ഒരു മേഖലയിൽ പെടുത്തിയിട്ട് ചോദിക്കാം. അത് ഒരു 99% നമുക്ക് ഉറപ്പാണ് ചോദ്യം വരാൻ സാധ്യത. ഓക്കെ, ദെൻ വിറ്റാമിനും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും മറ്റു പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പഠിക്കുക.
പിന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നുള്ള ടോപ്പിക്കാണ് നാലാമത് ഞാൻ നിർദ്ദേശിക്കുന്നത് ഏഴെണ്ണത്തിൽ. അതിൽ ആഗോളതാപനത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, കാര്യങ്ങൾ, പാർക്കുകൾ, അങ്ങനെ ഓരോന്നും അല്ലെ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയുള്ള അതിന്റെ ആ ഒരു ഡെഫിനിഷൻ, അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, CRT-ലൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതാണ് ഏഴെണ്ണത്തിൽ ഞാൻ 4 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ടോപ്പിക്. പിന്നെ അവിടെ മനുഷ്യ ശരീരം നിങ്ങൾ വലിയ വിശാലമായ ഏരിയ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ 4 വരുന്ന 1 or 2 ചോദ്യങ്ങൾ ചിലപ്പോൾ ഇവിടെ നിന്നാവാം. അപ്പൊ അവിടെ തീരെ അങ്ങ് വിടണ്ട. നിങ്ങൾ അത്യാവശ്യം മുമ്പൊക്കെ പഠിച്ച ഏരിയ ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് കൈവച്ച് നോക്കുക. ചിലപ്പോൾ 1 or 2 മാർക്ക് കയറിങ്ങോട്ട് പോരും. ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, തലച്ചോറ്, രക്തം, ഈ 4 ടോപ്പിക്കെങ്കിലും, ഇത് വിശാലമായിട്ടുള്ള ഏരിയ. ഇനി ഇതിനേക്കാളും എത്രയോ മടങ്ങ് കാര്യങ്ങൾ ഈ ഒരു ഹ്യൂമൻ ബോഡി എന്നുള്ള ടോപ്പിക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഞാൻ ഇത് പ്രത്യേകം എടുത്തു തരാൻ കാരണങ്ങളുണ്ട്. അതെന്തായാലും നമുക്ക് ചോദ്യം വരുമോ ഇല്ലയോ നോക്കിയിട്ട് നമുക്ക് പറയാം. ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, തലച്ചോറ്, രക്തം, ഇതിൽ നിന്ന് ചോദ്യം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം, എന്നിട്ട് പറയാം. ഓക്കെ, അപ്പൊ അത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ഫിസിക്സ് 8 മൊഡ്യൂളുകളാണ് കൊടുത്തത്, 8 ടോപ്പിക് അല്ല. ഓരോ മൊഡ്യൂളിലും ചില പോയിന്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് അല്ലെ. ടോപ്പിക്കുകളായിട്ട് എണ്ണി നോക്കുകയാണെങ്കിൽ ഒരു 34 ടോപ്പിക് അതിൽ തന്നെ ഉണ്ട്. 34 നല്ല 10 ഓരോ മൊഡ്യൂളിലും തന്നെ 4-5 ഹെഡിങ്ങുകളുണ്ട്. അപ്പൊ 8 മൊഡ്യൂളുകളാണ്, 3 മാർക്കേ ഉള്ളൂ. അപ്പൊ അവിടെ നമുക്കൊരു സെലക്ടീവ് സ്റ്റഡി നിർബന്ധമാണ്. ഞാൻ നിങ്ങൾക്ക് പകുതി ടോപ്പിക്കുകൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പറയാം. 1 ചലനം, മറ്റൊന്ന് പ്രകാശം, 2 വിവിധ തരം ബലങ്ങൾ അല്ലെ. ഓരോ ബലങ്ങളെയും കുറിച്ച് പറയുന്ന മൊഡ്യൂൾ ഉണ്ടല്ലോ, 5ാമത്തെ മൊഡ്യൂൾ. പിന്നെ ഇത് 2, ഇത് 3, ഇത് 5, ഇത് 6ാമത്തെ മൊഡ്യൂൾ, ഗുരുത്വാകർഷണവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. ജിയുടെ മൂല്യം ഓരോ സ്ഥലത്തും വ്യത്യാസപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻസ് ചോദ്യമാണ്, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അപ്പൊ ഈ 4 മൊഡ്യൂളെങ്കിലും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടെങ്കിലും പഠിച്ചു വെക്കുക. 8 മൊഡ്യൂൾ പറ്റുമെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ഈ 4 മൊഡ്യൂളെങ്കിലും നന്നായിട്ടൊന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ച് വെക്കട്ടെ എല്ലാവരും. ഇനി കെമിസ്ട്രിയുടെ കാര്യം ഇതേപോലെയാണ്, 3 മാർക്കേ ഉള്ളൂ. പക്ഷെ അതാകെ 3 മൊഡ്യൂളേ ഉള്ളൂ. പക്ഷെ ഇതിന് നമുക്ക് 3 മൊഡ്യൂളായിട്ട് നോക്കി കണ്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ മൊഡ്യൂളും എടുത്തിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ 21 ടോപ്പിക്കുകളുണ്ട്. അതിനെ ഞാൻ 3-ൽ 1ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം. അതിൽ ഒന്ന് ആറ്റം, ആറ്റത്തിന്റെ ഘടന, ആറ്റം മാതൃകകൾ, അങ്ങനെയുള്ള ആറ്റം എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ, അതാണ്. അതിൽ ആറ്റം ഘടന, ആറ്റം മാതൃകകൾ, അതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. ആറ്റം ഘടനയിൽ KLMN, ആ ഷെല്ലുകൾ, SPDF ഷെല്ലുകൾ, അതിൽ ഓരോന്നുള്ള ഇലക്ട്രോണിന്റെ എണ്ണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. മോഡലുകളും നോക്കുക. ദെൻ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ, ദ്രവ്യത്തിന്റെ ഓരോ അവസ്ഥകളും അതിന്റെ കറണ്ട് അഫയേഴ്സ് ചോദ്യം ആയിട്ട് വരാം. പിന്നെ ഓരോ അവസ്ഥകളെ കുറിച്ചുള്ള പ്രത്യേകതകൾ ചോദിക്കാം. പിന്നെ വാതക നിയമങ്ങൾ, ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം, ഗേലോസാക്ക് നിയമം, അങ്ങനെയുള്ള വാതക നിയമങ്ങൾ നല്ല ഡെപ്തിൽ വരെ ചോദിക്കുന്നുണ്ട്. ഗ്രാഫ് വെച്ച് പോലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ദെൻ ആവർത്തന പട്ടിക നന്നായിട്ട് നോക്കുക. അതിലുള്ള പ്രത്യേകതകളും കാര്യങ്ങളും, മൂലകങ്ങളുടെ ഒരു ഇതുണ്ടാക്കുക, ലോഹം, അലോഹം, ഉപലോഹം എന്നുള്ള ആ ഒരു വേർതിരിവ് പറഞ്ഞിരിക്കുക, അതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്. പിന്നെ ആ ഒരു താഴോട്ട് വരുന്നതിനനുസരിച്ച് വലത്തോട്ട് പോകുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ദെൻ ലായനികൾ, ഓക്കെ, ലായനികൾ. പിന്നെ ലോഹങ്ങളും അലോഹങ്ങളും, ആ വേർതിരിവും പ്രധാനപ്പെട്ട ലോഹങ്ങളും അലോഹങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കുക. 10ാം ക്ലാസ്സിലെ ആ 4ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ലോഹ നിഷ്കർഷണം, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആസിഡും ആൽക്കലിയും എന്നുള്ള ടോപ്പിക്കും അതിൽ പ്രധാന pH മൂല്യങ്ങളും കൂടെ നോക്കി വെക്കുക. ആസിഡും ആൽക്കലിയും, പ്രത്യേകിച്ചും ലൂയിസ് ആസിഡ് അഥവാ ലെവിസ് ആസിഡ് എന്നൊക്കെ പറയുന്നില്ലേ, ലെവിസ് ആസിഡും അതിന് ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെയധികം തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട pH മൂല്യങ്ങളും കൂടെ നോക്കി വെക്കുക. ഓക്കെ. ദെൻ കലാ, കായികം, സാഹിത്യം, സംസ്കാരം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതങ്ങ് ഡ്രോപ്പ് ചെയ്യാം. കാരണം ഇവിടെ 4 മാർക്കാണുള്ളത്. ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അതായത് ഇവിടെ മൊത്തം പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മറ്റുള്ള ഏരിയകൾ ഏതെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ 4-ന് പകരം 10-15 മാർക്ക് സ്കോർ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. അതല്ല എങ്കിൽ അതിലുള്ള ചെറിയ ചെറിയ ഹെഡിങ്ങുകൾ എന്തായാലും പഠിച്ച് ഉറപ്പിച്ച് വെക്കുക. അപ്പൊ അവിടെ നിന്ന് ചോദ്യം വന്നാൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. വിശാലമായിട്ടുള്ള ഏരിയകളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടൊന്ന് കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോന്നിന്റെ ആസ്ഥാനം, അതിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷന്മാര്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. ദെൻ ട്രോഫികൾ, ഓരോ ട്രോഫികളും ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. പിന്നെ സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതികളും കർത്താക്കളും, പ്രധാന കൃതികളും കർത്താക്കളും. പ്രധാന കൃതികൾ എന്ന് പറയുന്നത് വിശാലമായിട്ട് കിടക്കുകയാണ്. ആദ്യ കൃതികളും കർത്താക്കളെങ്കിലും പഠിച്ചു വെക്കുക. മറ്റത് വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ വിട്ടേക്കുക, പലർക്കും കിട്ടില്ല.
ഓക്കെ. പിന്നെ തൂലികാ നാമങ്ങളും അപരനാമങ്ങളും അത് അറിഞ്ഞു വെക്കുക. അത് കുറച്ചേ പഠിക്കാനുള്ള, പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. പിന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികളും കുറച്ചേയുള്ളൂ പഠിച്ചാൽ ഉറപ്പിക്കാൻ പറ്റും. പിന്നെ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ഓണം, വിഷു അങ്ങനെയുള്ള ആഘോഷങ്ങളും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വള്ളംകളി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആഘോഷങ്ങൾ, ആരാധനാലയങ്ങളിലുള്ള ഉത്സവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രധാനപ്പെട്ട നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്യുക. ചില പരീക്ഷകൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിട്ട് എല്ലാവർക്കും കിട്ടും, ചില പരീക്ഷകൾ ഗംഭീര ടഫാണ്, ഒരാൾക്കൂട്ട് കിട്ടുകയില്ല. ഇതാണ് ഈ ഒരു മേഖലയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. ഓക്കെ. ഇനി ഭയങ്കര ടഫാണ്, ആർക്കൂട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള ഒരു ഏരിയ ആണ്. ഇനി കറണ്ട് അഫേഴ്സിന് CAക്ക് 10 മാർക്കാണുള്ളത്. ആ 10 ആയിട്ട് അവിടെ ഒരുമിച്ച് കാണൂല, നിങ്ങൾ ഓരോ ടോപ്പിക്കിലായിട്ട് കയറി പോവുകയാണ് ചെയ്യുക. ഹിസ്റ്ററി, എക്കണോമിക്, ഇങ്ങനെ ജോഗ്രഫി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അതിൽ ഹിസ്റ്ററി ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഏതെങ്കിലും വാർഷികമൊക്കെ ചോദിക്കാം. അതല്ലാതെ ഓരോ വിഷയ മേഖലകളിലായിട്ട് കടന്നു കയറിയിട്ടാണ് ഉണ്ടാവുക. 10 മാർക്ക്. ചിലപ്പോൾ 10 കറണ്ട് അഫേഴ്സ് ആയിട്ട് തോന്നുകയില്ല, ചിലപ്പോൾ ഓരോ ടോപ്പിക്കിലും ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ അവിടെ വെയിറ്റേജ് കൊടുത്തതിനേക്കാളും കൂടുതലായിട്ട് കാണുകയാണ് ചെയ്യുക. ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും നോക്കിയിരിക്കേണ്ട കറണ്ട് അഫേഴ്സ് ടോപ്പിക്കുകളാണ് അവാർഡുകൾ. കാരണം എന്താ, കലാകായികം, സാഹിത്യം, സാംസ്കാരിക മേഖല നമുക്ക് സിലബസിൽ 4 മാർക്കിന്റെ ഏരിയ. അവിടെ ആ കൂട്ടത്തിൽ അവിടെ ചോദിക്കുന്നതിൽ പല ചോദ്യങ്ങളും ഒരുപക്ഷെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് അതെന്തായാലും പഠിച്ചു വെക്കണേ. അവാർഡുകൾ, ഏറ്റവും കറണ്ട് ആയിട്ടുള്ള അവാർഡുകൾ എല്ലാ മേഖലകളിൽ നിന്നുള്ള ഉറപ്പായിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. മാർക്ക് ആ മേഖലയിലോ കറണ്ട് അഫേഴ്സ് മേഖലയിലോ ഉറപ്പിക്കാൻ പറ്റും. പിന്നെ ISRO, ബഹിരാകാശ മേഖലയിലുള്ള നേട്ടങ്ങൾ, ഏറ്റവും അടുത്ത കാലത്തുള്ള നേട്ടങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ഫിസിക്സിൽ ചലനം എന്ന് കഴിഞ്ഞിട്ട് ആ ടോപ്പിക്കിന്റെ അവസാനം ISROയുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ചേർത്തിട്ടുണ്ട്, അവിടെ ഉണ്ട്. പിന്നെ കറണ്ട് അഫേഴ്സിൽ ആര് ചോദ്യം ഇടുമ്പോഴും ആദ്യം കൈവെക്കുന്ന ഏരിയ ഇതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും, ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും അത്ഭുതപ്പെടാനില്ല. ഓക്കെ. അപ്പൊ 2 ചോദ്യങ്ങൾ വരെ വരാം. ദെൻ കമ്മീഷനുകൾ. ഓരോ കമ്മീഷനുകളും അധ്യക്ഷന്മാർ ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാന കമ്മീഷനുകൾ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിലും, കുട്ടികളുടെ ക്ഷേമത്തിലുള്ള ബാലാവകാശ കമ്മീഷൻ ആണെങ്കിലും, മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും, അങ്ങനെയുള്ള കമ്മീഷനുകൾ ഇന്ത്യയിലെയും കേരളത്തിലെയും ഓരോന്നിന്റെ അധ്യക്ഷന്മാര് ഏറ്റവും ഇപ്പൊ അടുത്ത് വന്ന സ്ഥാനമാറ്റങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആസ്ഥാന മന്ദിരത്തിന്റെ പേര്, അങ്ങനെയുള്ള സാധനങ്ങൾ പോലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരും. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അറിയാലോ, കേരള ഭരണ സംവിധാനം അല്ലെ, അവിടെ ആവശ്യമുള്ള സാധനമാണ്. പിന്നെ നമുക്ക് എന്താണ്, ഈ കറണ്ട് അഫേഴ്സിലായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ളതാണ്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ദെൻ കേരള സർക്കാർ പദ്ധതികൾ, കേരള ഭരണ സംവിധാനത്തിലും കറണ്ട് അഫേഴ്സിലും 2 സാധ്യതയാണ്. അതുകൊണ്ട് ഇവിടെ 1-2 കൂടുതലോ ചോദ്യങ്ങൾ വന്നാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. കേരള സർക്കാർ പദ്ധതികൾ ഏറ്റവും പുതിയതൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക. ദെൻ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഫുള്ള് പഠിക്കൽ നടക്കുന്ന കാര്യമല്ല, ഏറ്റവും പുതിയതായിട്ടുള്ള പദ്ധതികൾ അത് നോക്കുക. പ്ലസ് അവിടെ പ്രത്യേകിച്ചും തൊഴിൽ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. കാരണം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങളുടെ കേരള ഭരണ സംവിധാനത്തിന്റെ സിലബസിൽ കേന്ദ്ര തൊഴിൽ പദ്ധതികൾ എന്നുള്ളൊരു ഹെഡിങ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിൽ മേഖലയിലെ പദ്ധതികൾ, പ്രത്യേകിച്ചും കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നന്നായിട്ട് നോക്കുക. പ്രത്യേകിച്ചും NRGS തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, അത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അതേപോലെ നഗര തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ നന്നായിട്ട് നോക്കുക. അതിലുള്ള വേതനവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ദെൻ കറണ്ട് അഫേഴ്സിൽ പിന്നെ മന്ത്രിസഭയാണ്, പ്രത്യേകിച്ചും കേരള മന്ത്രിസഭ, കേന്ദ്ര മന്ത്രിസഭ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ആസൂത്രണ വിവരങ്ങൾ. എന്താ കാര്യം, കേരള ഭരണ സംവിധാനത്തിൽ ഒരു ടോപ്പിക് കിടക്കുന്നുണ്ട്, വിവിധ മേഖലയിലെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ആസൂത്രണം എന്നൊക്കെ പറഞ്ഞ കുറെ മേഖല കൊടുത്തിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് അഫേഴ്സിലെ സൂചികകളോ സെൻസസോ ബജറ്റിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ കടന്നു വരും. ദെൻ നോബൽ സമ്മാനം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇങ്ങനെ സബ്ജക്ട് വെച്ചിട്ടുള്ള സബ്ജക്ട് വൈസ് കറണ്ട് അഫേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ അത് ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ ചോദിച്ച അവസരങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ എക്സൈസിന്റെ ബ്ലൂ പ്രിന്റ് സമയത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ 2 ചോദ്യങ്ങൾ വന്നാൽ പോലും നിങ്ങൾ ഞെട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ 2 ചോദ്യം അവിടെ വന്നിട്ടുണ്ട് അല്ലെ. അതിനല്ലായിരുന്നു അല്ലെ, ലാസ്റ്റ് നടന്ന പരീക്ഷ അതിനാണ് രീതിയിൽ വന്നത്. ഓക്കെ. ദെൻ സുപ്രധാന പദവികൾ, നിയമനങ്ങൾ. ഓരോ സുപ്രധാന പദവികൾ, ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാന പദവികൾ ആര് അലങ്കരിക്കുന്നു, അത് എപ്പോൾ മാറി, ആര് തൊട്ട് മുമ്പേ, ഇപ്പോൾ വന്നത് ആര്, ആ ഒരു ടൈപ്പ് സാധനം കറണ്ട് അഫേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ദിനാചരണം. ഓരോ ദിനാചരണം അതിന്റെ പ്രമേയം, എന്താണ്, പരിസ്ഥിതി ദിനാചരണം പോലെയുള്ള ആചരണങ്ങളുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രമേയം, അത് എവിടെ വെച്ചാണ്, അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടെങ്കിൽ അത് എവിടെ വെച്ച് നടന്നു എന്നുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കുക, ദിനവും അറിഞ്ഞിരിക്കുക. ദെൻ കൂട്ടായ്മകൾ, ആ കൂട്ടായ്മകളുടെ ആസ്ഥാനം, G20 അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, ഓരോ പലതരം കൂട്ടായ്മകളില്ലേ, ആ കൂട്ടായ്മകൾ അതിന്റെ ആസ്ഥാനം എവിടെ, അവസാനത്തെ സമ്മേളനം എവിടെ വെച്ച് നടന്നു, പ്രത്യേക തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടോ ടീമൊക്കെ ഉണ്ടെങ്കിൽ അത്, ആ രീതിയിലുള്ള സാധനങ്ങൾ കറണ്ട് അഫേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം കൂടെ. സ്പെഷ്യൽ ടോപ്പിക് എത്ര മാർക്കാണ്? 20 മാർക്കല്ലേ. ഇവിടെ നിങ്ങൾ ഒരു സെലക്റ്റീവ് സ്റ്റഡിങ് നടത്തുക. കാരണം നിങ്ങൾക്ക് എന്തായാലും ഒരു പോലീസുകാരനാവാൻ വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന BNSഉം കാര്യങ്ങളൊക്കെ. എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നന്നായിട്ട് ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് പോവുക.
പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന് ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ 20 എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ബാക്കി അങ്ങോട്ടേക്കുള്ള ഏരിയകളാണ്. കാരണം മറ്റതിൽ തീർത്തും നിയമത്തിന്റെ വശങ്ങള്, അതിന്റെ ഇന്ന സെക്ഷൻ പ്രകാരം ഇത്ര വർഷത്തെ ശിക്ഷ, അങ്ങനെയുള്ള പണിഷ്മെന്റിന്റെ ഇതുണ്ടല്ലോ, കാലപരിധി, അങ്ങനെയുള്ള സാധനമാണ്. അപ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് പരസ്പരം മാറിപ്പോകും. കുറെ സാധനങ്ങൾ ഒരേപോലെ വരുമ്പോൾ മാറിപ്പോകും. അതിനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഏരിയകൾ പഠിക്കാൻ. ഇവിടെ എത്ര മാർക്ക്? 3, 2, 5, 7, 9, 11 മാർക്ക് ഉണ്ട്. ഒന്നുകിൽ ബാക്കി 9 മാർക്കേ എനിക്ക് വേണ്ട, ഈ 11 ഞാൻ സ്കോർ ചെയ്ത് വിചാരിച്ചിട്ട് കാട്ടപ്പെടുത്താൻ ഇവിടെ നടത്തുക. ഓൾറെഡി നിങ്ങൾ മറ്റതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്ത് പോയിക്കോളുക. ഇല്ലെങ്കിൽ ഈ സാധനത്തിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. കേരള പോലീസ് ആക്ട് 3 മാർക്ക്, NDPS ആക്ട് 2 മാർക്ക്, പോക്സോ 2 മാർക്ക്. ഇവിടെ ഉറപ്പായിട്ട് 2 ചോദ്യം. ദെൻ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇതിനുള്ള നിയമനിർമ്മാണവും കാര്യങ്ങളൊക്കെ അവിടെയും വരും. അപ്പോൾ പോക്സോ പഠിക്കാതെ വിടരുത്. 2 അല്ല, അതിൽ കൂടുതലും വരാം. ചിലപ്പോൾ 3 മാർക്ക് വരെ വന്നേക്കാം. ദെൻ IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2 മാർക്ക്. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം 2 മാർക്ക്. ഇത് നിങ്ങൾ വിചാരിച്ചാൽ മറ്റതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ, താരതമ്യേന എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് 11 മാർക്കിന് വേണ്ടി പഠിച്ചിട്ട് ബാക്കിയുള്ളത് തൽക്കാലം വിട്ടിട്ട് പിന്നെ സർവീസിലൊക്കെ കയറിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചേക്കാം. ഇനി പഠിച്ച ആളുകളാണെങ്കിൽ അത് നന്നായിട്ട് റിവിഷൻ ചെയ്ത് അവിടെ നിന്നുള്ള മാർക്കിന് വേണ്ടിയിട്ടും മത്സരിക്കുക. അതല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഇതിന് വേണ്ടിയിട്ടെങ്കിലും മത്സരിക്കുക. ഇതിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. മറ്റതുപോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ചിലർക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് അതായിരിക്കും എളുപ്പം, ചിലർക്ക് ഇതായിരിക്കും. അപ്പൊ കൂടുതൽ വലിയൊരു ശതമാനത്തിന് ഈ സാധനങ്ങൾ പഠിച്ചെടുക്കാനായിരിക്കും പറ്റുക. അതുകൊണ്ട് അവിടെ നിന്ന് മാക്സിമം സ്പെഷ്യൽ ടോപ്പിക്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പരീക്ഷയിൽ നല്ല ടോപ്പ് റാങ്ക് അടിച്ചിങ്ങ് പോരാ. അപ്പം പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാവരും വിവരമൊക്കെ അറിയിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.